ഗുഡ് മോർണിംഗ് ഗൈസ്. അൽഹംദുലില്ലാ നോമ്പിന് 9 അപ്പോൾ രാവിലെ ആർക്കാ കാപ്പി ഉണ്ടാക്കുന്നതെന്നല്ലേ, മോനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2-3 ദിവസത്തിലൊരിക്കൽ ഇപ്പോൾ പാല് വാങ്ങുന്നത് കൊണ്ട് പിരിഞ്ഞു പോകാതിരിക്കാൻ കാച്ചി വയ്ക്കുന്നതാണ്. നോമ്പായതുകൊണ്ട് ചിലവാകുന്നില്ല. ചായ കുടിക്കാറില്ലല്ലോ, പാല് കാച്ചി ചായ കുടിക്കുന്നത് പോലെ ചൂടോടെ കുടിക്കും. അതുകൊണ്ട് വലിയ ചിലവില്ല. അതുകൊണ്ടാണ്. പിന്നെ അത്താഴത്തിന് ഞാനിന്ന് ചോറാണ് കഴിച്ചത്. അതുകൊണ്ടാണ് മോനിക്ക് ദോശ ഇപ്പോഴും ചുടുന്നത്. ഇല്ലെങ്കിൽ അത്താഴത്തിന് ഞാൻ മോനിക്കുള്ളതും കൂടെ ചുട്ട് വയ്ക്കും. അപ്പോൾ രാവിലെ അവൻ എഴുന്നേൽക്കുന്ന സമയത്ത് അത് കൊടുത്താൽ മതിയല്ലോ. ഞാൻ ഇന്നലെ ചോറ് വെച്ചു. ഇപ്പോൾ ചോറ് വെച്ച് 2 ദിവസത്തിലൊരിക്കൽ ചോറ് വയ്ക്കും. 2 ദിവസം പിറ്റേന്നെടുത്ത് ചൂടാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് നോമ്പാണ്, പക്ഷെ മോനിക്ക് ഉച്ചയ്ക്കും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് ചൂടാക്കണം. കറിയും ചൂടാക്കണം. പിന്നെ അവിയലോ തോരനോ എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവിയൽ വെക്കാമെന്ന്. മോനിക്ക് അവിയലൊക്കെ ആകുമ്പോൾ ഒന്ന് കുഴച്ച് കൊടുക്കാമല്ലോ. പിന്നെ രാവിലെ മോനിക്കുള്ളൊരു മുട്ട പുഴുങ്ങിയാണ് കൊടുക്കാറ്. പക്ഷേ ഇന്ന് അത് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും കൂട്ടി മുട്ടയും പൊരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു മുട്ട എടുത്ത് പൊരിച്ചു. അപ്പോൾ ദോശത്താവയിലാണ് മുട്ട പൊരിക്കാൻ ഒഴിച്ചത്. അപ്പോൾ ഒരു ഷേപ്പും ഇല്ല, ഒരു ഡോൾഫിൻ കിടക്കുന്നത് പോലെയൊക്കെ കിടന്നു. എന്നാലും ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലാക്കി. അതിനെ ഒന്ന് മറിച്ചിടാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. എങ്കിലും മുട്ട പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ, അതിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ ചമ്മന്തി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ തിരുവിയത് ഫ്രിഡ്ജിൽ വയ്ക്കും. കുറച്ച് തിരുവുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തിരുവി ഞാൻ ഫ്രീസറിലോട്ട് വയ്ക്കും. അപ്പോൾ നല്ലതുപോലെ ഇരിക്കും കേട്ടോ. എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം വെളിയിൽ വയ്ക്കുമ്പോൾ ഇന്ന് ഫ്രഷായിട്ട് തിരുവിയതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ചമ്മന്തി കറിയൊക്കെ ആക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ മോനിക്ക് വേണ്ടി ഞാൻ ഒരു ദോശയുടെ ആവശ്യമില്ല, എങ്കിലും മാവെടുത്ത് ചുട്ടു വരുമ്പോൾ 2-3 ദോശയൊക്കെ കാണും. പിന്നെ അത് പാഴാക്കി കളഞ്ഞുകൂടല്ലോ. ഞങ്ങൾ രാത്രിയാകുമ്പോൾ നോമ്പൊക്കെ മുറിച്ച് രാത്രി എന്തെങ്കിലും കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനോ ഇക്കായോ ആരെങ്കിലും ഒരാൾ ദോശ എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അത്താഴത്തിന് ചുടുകയാണെങ്കിൽ കറക്റ്റ് ഒരെണ്ണമൊക്കെ കാണും മോനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്താഴം ചോറാണല്ലോ കഴിച്ചത്, അതുകൊണ്ടാണ് ഈ ദോശ എക്സ്ട്രാ ചുടേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷം. പിന്നെ മോനിക്കുള്ള ചോറൊക്കെ ഒന്ന് ചൂടാക്കണം, അവിയലൊക്കെ വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അൽഹംദുലില്ലാ മോനിക്കുള്ള കാപ്പി റെഡിയായി. ദോശയും ചമ്മന്തി കറിയും മുട്ടയും ഒക്കെ റെഡിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം.